കൊല്ലം സ്വദേശിയായ ഷിനുസ്വാമിയുടെ ജീവിതകഥ ഏവരെയും അമ്പരപ്പിക്കും. ആഭിചാരത്തിൽ വിശ്വസിച്ചെത്തിയവർ നിരവധി ആളുകൾ ആഭിചാരത്തിലുള്ള ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരു ദുർമന്ത്രവാദിയുടെ കഥയാണത്. 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ റിമാൻഡിലാണ് ഇന്ന് ഈ ഷിനുസ്വാമി. 24 എക്സ്ക്ലൂസീവ്. കാഴ്ചയിൽ തന്നെ ഭയം ജനിപ്പിക്കുന്ന അന്തരീക്ഷം. കൊല്ലം നഗരഹൃദയത്തിലെ ആഭിചാര കേന്ദ്രം. കയറിച്ചെല്ലുമ്പോൾ ചെറിയ മുറി, അതിനുള്ളിൽ പൂജാമണ്ഡപവും 8 കൈയുള്ള പ്രതിഷ്ഠയും. ചൂരൽ മുതൽ വാൾ വരെ പൂജാമുറിയിൽ കാണാം. ഷിനുസ്വാമി എന്ന ആഭിചാരക്കാരനെ തേടി ഇവിടേക്കെത്തിയത് സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ടവർ. വശ്യം മുതൽ ആഭിചാരക്കൊല വരെ നീളുന്നതാണ് തന്ത്രരീതി. കോഴിബലിയും കുങ്കുമക്കളമെഴുത്തും എല്ലാം ഇവിടെ അനുസ്യൂതം തുടർന്നു. ഒറ്റമുറി വാടക കെട്ടിടത്തിലിരുന്ന് ഒറ്റ വർഷം കൊണ്ട് ഷിനുസ്വാമി ഉണ്ടാക്കിയെടുത്തത് ലക്ഷങ്ങളുടെ സമ്പാദ്യം. ഭക്തർ അനവധിയുണ്ട്. 5-ലധികം സ്ഥിരം സ്റ്റാഫുകൾ, 1000ങ്ങൾ ശമ്പളം. ഭർത്താവിനെ വശ്യമാക്കി ഒപ്പം നിർത്താനെത്തിയ പലരും ഷിനുസ്വാമിയുടെ വശ്യത്തിന്റെ ഇരകളായി. ഭർത്താവിൻ്റെ വീട്ടിൽ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു, അടിയും വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് വീട്ടിൽ കൂടോത്രം അല്ലാതെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നു. പിന്നെ വശ്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിൽ മൊത്തത്തിൽ ചേഞ്ചായി. അപ്പോഴത്തേനും നമുക്കൊരു വിശ്വാസം വരുമല്ലോ. നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് നമുക്ക് ആ ഒരു വഴങ്ങി കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. പൂജ ചെയ്യാനായിട്ട് അകത്ത് കയറ്റിയിട്ട് അങ്ങനെയായിരുന്നു. അകത്ത് കയറുമ്പോഴത്തേനും പുള്ളിക്കാരൻ്റെ മുഖവും രീതിയെല്ലാം അങ്ങ് മാറും. ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു പിന്നെ സംസാരിച്ചത് മൊത്തം. ആയുർദൈർഘ്യത്തിനെന്ന പേരിൽ ഷിനുസ്വാമി കുട്ടികളെ വരെ ലൈംഗികമായി ഉപയോഗിച്ചു. തുറന്നു പറയാൻ ഭയന്ന് ആരും പരാതി പോലും നൽകിയില്ല. തനിക്കെതിരെ നീങ്ങിയാൽ ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്ന് പലരെയും ഇയാൾ വിശ്വസിപ്പിച്ചു. അമാനുഷിക ശക്തി തനിക്കൊപ്പമുണ്ടെന്നായിരുന്നു ഷിനുസ്വാമിയുടെ അവകാശവാദം. കോഴിബലി മുതൽ ആഭിചാരക്കൊല വരെ നീളുന്നതാണ് ഷിനുസ്വാമി എന്ന ദുർമന്ത്രവാദിയുടെ മന്ത്രവിദ്യകൾ. ഇരകളാക്കപ്പെട്ടത് നിരവധി സ്ത്രീകളാണ്. പരാതിയുമായി പലർക്കും ഇന്ന് പോലീസിനെ സമീപിക്കാൻ പോലും പേടിയാണ്.